ചേട്ടാ അനുവിനാ വിളിച്ചോളെ. ശരി നമുക്ക് കാണാം. നാളെ പുട്ടാ. ഓക്കെ ഓക്കെ ഇച്ചിരി കാണാം. അപ്പോൾ പൈസ അയച്ചേക്കാൻ ഉണ്ടോ? പൈസയല്ല ഭക്ഷണം, ആഹാരം കഴിക്കുക. ഓക്കെ നമ്മുടെ നല്ല ഫുഡ് കഴിക്കുക. ജോലി കഴിഞ്ഞ് വരുമ്പോഴേ നമ്മുടെ ആഹാരം കഴിക്കുക. അതാണ് അതെ. കഴിച്ച് കഴിഞ്ഞിട്ട് വല്ല അഭിപ്രായം ഉണ്ടോ പറയണം കേട്ടോ. ഓ പറയാം. എന്ത് പരിപാടിയാണ്? ഞാൻ ഇവിടെ അയലേക്ക് തീർന്നിട്ട് എനിക്ക് തരാൻ ഒരു പൊതിയില്ലേ നിങ്ങളുടെ കയ്യിൽ? എൻ്റെ ബിജു, നമ്മൾ വളരെ കുറച്ച് ഉണ്ടാക്കാവുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് അറിയാമല്ലോ. അത് കൂടിയാലേ 15 അല്ലെ 20 നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതൊന്നും പറയാൻ ശരിയാവില്ല. എനിക്കിപ്പോ ഒരെണ്ണം കിട്ടണം. പറ്റൂല്ലയോ? ഈ ആഴ്ചത്തെ സോൾഡ് ഔട്ട്. ഇല്ല, അത് ശരിയാവത്തില്ല. ഒരു പൊതിച്ചോറുണ്ടോ കിട്ടാൻ? ഈ കാണുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സാധനം സോൾഡ് ഔട്ട് ആയി. ആഴ്ച നമ്മൾ ഇത് ഞാൻ അന്നേ ഈ പരിപാടി ചെയ്യേണ്ടത് പറഞ്ഞതാ. ഒരെണ്ണം കിട്ടാനുണ്ട്. എനിക്ക് ഇത്തിരി ചോറ് ബിജുവിന് നമുക്ക് പറ്റുന്ന ഫുഡ് കൊടുക്കുക. അതിപ്പോ ബിജു ആദ്യം ഒന്ന് ഇരിക്കട്ടെ. ബിജുവേ, നമുക്ക് 3 പേർ കൂടി ഇരുന്ന് കഴിക്കാം. ആയിക്കോട്ടെ. സന്തോഷായോ? എന്തായിരുന്നു മേളം? കഴിക്കിനി. ഞങ്ങള് കഴിക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി എല്ലാ ആഴ്ചയും എനിക്ക് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് പുറത്തു കൊടുക്കണം. അപ്പൊ ബിജുവിനെ ഒരെണ്ണം ആദ്യമേ എടുത്ത് പൊതിഞ്ഞു വെച്ചേക്കാം. പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ഇനി വലിയ പ്രശ്നം ഉണ്ടാകും. അയ്യോ, എന്താ ഒരു മേളമായിരുന്നു. സന്തോഷമായി. എൻ്റെ ചേട്ടാ, പണ്ട് വീട്ടില് അമ്മ വെച്ച് സ്കൂളിലേക്ക് തന്നു വിടണ ആ വർഷം ഉണ്ടല്ലോ. അയ്യോ ചേച്ചേ, സംതൃപ്തിയായി. ആണോ? ഓക്കെ. എല്ലാ ആഴ്ചയിലും വെച്ചേക്കാട്ടോ. ബിജുവിന് ഒരെണ്ണം വെച്ചേക്കാം. 12 മണിക്ക് വന്നാൽ 12 മണിക്ക് ഒന്നുമില്ല. 12 മണിക്ക് വന്നാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ട് ഓടി വരാൻ ബിജു മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ ബിജുവിന് ഒരെണ്ണം വെച്ചേക്കാം. തീർച്ചയായിട്ടും വെച്ചേക്കാം. ചേട്ടാ, ഇത് പറയാതിരിക്കും വയ്യ. ഇത് ശരിക്കും പൊതിയിലൊരു വിസ്മയം തന്നെയാണ്. ശരിക്കും വയറ് നിറഞ്ഞു, സംതൃപ്തിയായി. കലക്കി.